കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി ഇന്നലെ നിറക്കെടുത്തപ്പോൾ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ അടിച്ചത് കൽപ്പറ്റയിലെ സ്വകാര്യ ബസ് ജീവനക്കാരനായ ജയേഷിനാണ്. ജയേഷ് നമ്മളോടൊപ്പമുണ്ട്. നമ്മളുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. പക്ഷേ ഈ ലോട്ടറി അടിച്ച സംഭവത്തിൽ ഒരു നന്മയുടെ, ഒരു സത്യസന്ധതയുടെ വലിയൊരു കഥ കൂടിയുണ്ട്. അത് നമുക്ക് ജയേഷിനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ ലോട്ടറി എടുത്തത്? എന്താ ഇതിൻ്റെ ഒരു കഥയും കൂടെ ഉണ്ടല്ലോ നമ്മളതിൽ? ഞങ്ങൾ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു 2 ദിവസം. അപ്പോൾ ബാഗിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാൻ ഇയാളെടുത്ത് വെച്ചു. അങ്ങനെ ഒരു 2:50 ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ 3:15 വിളിച്ച്. ഞാൻ ചോദിച്ചില്ല, ഇത് ഇടയ്ക്ക് കളിയാക്കുന്നതാണല്ലോ. പിന്നെ ഇവിടെ ഞങ്ങളെ ഒരു കുടുംബം പോലെയാണ്, എപ്പോഴും അങ്ങോട്ടും കൂടെ അടിയുണ്ടാക്കുക ഉള്ള പരിപാടിയൊക്കെ തന്നെ. അപ്പം ഞാൻ തമാശ വരാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ ഇയാൾ വിളിച്ച് പറഞ്ഞ് അടിച്ചിട്ട് പറഞ്ഞു. മാറ്റി വെച്ച ടിക്കറ്റിന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം? ഇല്ല, അത് നമുക്ക് അത്ര വിശ്വാസമുള്ള ആൾക്കാരാണല്ലോ ഇവര്. അപ്പോൾ അവരെ ചതിക്കില്ല, നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്ന കഥ. ഈ ലോട്ടറി അടിച്ച ആൾക്ക് 5 ടിക്കറ്റ് എടുത്തു വെക്കാൻ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലെ അമ്മ ലോട്ടറി ഷോപ്പിൽ പറഞ്ഞു. പക്ഷേ ആ ടിക്കറ്റിന്റെ നമ്പർ പോലും അറിയില്ല. ടിക്കറ്റ് കയ്യിൽ വാങ്ങിയിട്ടില്ല, പണം കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ടും അതിലൊരു ടിക്കറ്റിന് ഒന്നാം സമ്മാനം അടിച്ചപ്പോൾ ആ 1 കോടി രൂപ അടിച്ചു എന്ന വിവരം ഇവർ ഫോണിലാണ് അറിയിക്കുന്നത്. ഈ ലോട്ടറി കടയിലെ ആളുകൾ മുഴുവൻ, ഉടമ, ആരോഷ്, മറ്റ് ജീവനക്കാരൊക്കെ നമ്മളോടൊപ്പമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു സത്യസന്ധതയുടെ, ഒരു നന്മയുടെ കഥ കൂടിയാണ്. ആരോഷ് പറയൂ. അത് ഒന്നുമില്ല, 3 മണിയായപ്പോൾ 3:10 അല്ലേ, നമുക്ക് ലൈവിൽ റിസൾട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് ഇവിടെയാണെന്ന് പറഞ്ഞു. നമ്മൾ ആളെ എങ്ങനെ നോക്കുക, എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് ടിക്കറ്റ് ഇവിടെയാണ് അടിച്ചതെന്ന് അറിയുന്നത്. അതിന് തൊട്ട് ബേക്കിലും മുന്നിലുള്ള ടിക്കറ്റൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി, അതിലുണ്ടോന്ന്. അപ്പോൾ ഇല്ല, ടിക്കറ്റ് അടിച്ച ആളെ മനസ്സിലാകുന്നില്ല. പിന്നെയാണ് ജയേഷിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ജയേഷിന് വേണ്ടി 5 ടിക്കറ്റ് മാറ്റി വെച്ചിരുന്നു. ഇവള് മാറ്റി വെച്ചതാണ്. അപ്പോൾ ജയേഷിൻ്റെ കാര്യം പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു നോക്കിയിട്ട് കറക്റ്റ് അതിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇവളോട് പറഞ്ഞു ഞാൻ ജയേഷിനെ ഉടനടി വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ജയേഷിനെ വിളിച്ച പോകുന്നത് വിശ്വസിക്കാൻ തയ്യാറില്ല. ഇവരിടക്കിടക്ക് ഇങ്ങനെ പ്രൈസ് അടിക്കുമെന്നിട്ട് അങ്ങനെ കളിപ്പിക്കലുണ്ട്. അപ്പോൾ അതാണെന്നാണ് ആൾ വിചാരിച്ചത്. അപ്പോൾ ഞാൻ തന്നെ വിളിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, ജയേഷെ ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെയാണ്, തീർച്ചയായിട്ടും പെട്ടെന്ന് ഓടിവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ സ്റ്റോളിൽ എപ്പോഴും പ്രൈസ് അടിക്കുന്നുണ്ടാവും. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ, കാരണം അവർക്ക് നമ്പർ പോലും അറിയില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ തെറ്റായ ചിന്തകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണല്ലോ. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. അത് അവർക്ക് അർഹതപ്പെട്ടത്. നമുക്ക് ആ ടിക്കറ്റിന്റെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതും ആ ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന ഒരു ലാഭം നമുക്ക് അർഹതപ്പെട്ടതുള്ളൂ. അതും മതി നമുക്ക്. എന്താ പറഞ്ഞോളൂ. വെച്ചിട്ടുണ്ട് 12 മണിക്ക് ശേഷം പണമടച്ച് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിന്നീട് വരുന്ന പരാതികൾ സ്വീകരിക്കില്ല എന്ന്. പക്ഷേ നമ്മൾ സത്യസന്ധമായി അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് വരുന്നത്. അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ കിട്ടി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോൾസെയിലും